നമസ്കാരം. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളുടെ ഗൗരവം ഭാഗികമായിട്ടാണെങ്കിലും അംഗീകരിച്ചുകൊണ്ട് 2023 വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യാൻ ശ്രമങ്ങൾ നടന്നതായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിച്ചത് അതീവ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്നാൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങളോടും മാധ്യമങ്ങളോടും വെളിപ്പെടുത്താത്തതിൽ വ്യാപകമായിട്ടുള്ള ആശങ്കയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രക്രിയയാണ്. അത് കേവലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാത്രം വിഷയമല്ല, ഓരോ പൗരനും അതിൽ അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സുപ്രധാന കാര്യത്തിൽ വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമങ്ങൾ നടന്നിട്ടും അത് എന്തുകൊണ്ട് പൊതുസമൂഹത്തിൽ ചർച്ചയായില്ല? എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തില്ല? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓർക്കണം, അന്വേഷണത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന 2 വർഷങ്ങൾ. 2023 നടന്ന ഈ പരാജയപ്പെട്ട ശ്രമങ്ങളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് പ്രകാരം ഇതിനെതിരെ ഒരു FIR ഫയൽ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യം ഉയർന്നു കേൾക്കുന്നത്. 2 വർഷമായിട്ടും ഈ അന്വേഷണം എവിടെ എത്തിയെന്നത്? രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ബാധിക്കുന്ന അത്രയും ഗൗരവമേറിയ ഒരു വിഷയത്തിൽ അന്വേഷണം ഇത്രയും നീണ്ടു പോകുന്നത് അവിശ്വസനീയമാണ്. ഫോം 7 ഉപയോഗിച്ച് നടന്ന ഈ നീക്കങ്ങളെക്കുറിച്ചുള്ള അന്വേഷണ ഫലങ്ങൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നില്ല? അന്വേഷണത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് ആർക്കും അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സുതാര്യതയെക്കുറിച്ച് നമുക്ക് പൊതുജനങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുക? ഈ 2 വർഷം കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്ത എന്ത് വിവരങ്ങളാണ് ഇനി കണ്ടെത്താനായിട്ടുള്ളത്? രാഹുൽ ഗാന്ധി 6000-ലധികം വോട്ടർമാരുടെ വിവരങ്ങൾ തെളിവുകളോടെ സമർപ്പിച്ചിട്ടും അന്വേഷണം നടക്കുകയാണ് എന്ന ഒരു പതിവ് മറുപടി മാത്രമാണ് ലഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് വിവരങ്ങൾ നൽകാൻ അവർക്ക് സാധിച്ചില്ല. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയെ കാര്യമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അന്വേഷണത്തിൻ്റെ ഫലം പുറത്തുവിട്ടില്ലെങ്കിൽ അത് ജനങ്ങളുടെ മനസ്സിൽ സംശയം ഉറപ്പായിട്ടും സൃഷ്ടിക്കും. വ്യാജമായിട്ടുള്ള രീതിയിൽ വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിച്ചത് ഒരു നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനുള്ള ബാധ്യത തീർച്ചയായിട്ടും അവർക്കുണ്ട്. മഹാദേവപുരയിൽ 1250 വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടതായിട്ട് ആരോപണം ഉയർന്നിട്ടും അത് അന്വേഷിക്കാൻ പോലും കമ്മീഷൻ തയ്യാറായില്ല എന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പക്ഷപാതപരമായിട്ടുള്ള നിലപാടുകളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധി 18 തവണ കത്തയച്ചിട്ട് കൃത്യമായ മറുപടി നൽകാത്തത് ഇതിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഈ നീക്കങ്ങൾ നടത്തിയവരുടെ IP അഡ്രസ്, മൊബൈൽ വിവരങ്ങൾ തുടങ്ങിയവ മനഃപൂർവ്വം മറച്ചുവെക്കുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരുപക്ഷെ ആരെല്ലാമാണ് ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ ഒരുപക്ഷെ നൽകിയേക്കാം. ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് 6000-ലധികം വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നതാണ്. ഇത് സത്യമാണോ? സത്യമാണെങ്കിൽ ഏതെല്ലാം വോട്ടുകളാണ് നീക്കം ചെയ്യപ്പെട്ടത്? അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ മറുപടി, ഉത്തരം നൽകിയേ മതിയാവും. അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ ഈ ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം നൽകേണ്ടതുണ്ട്. ഒരു വോട്ടെങ്കിലും വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര എണ്ണം? രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ 6000-ലധികം വോട്ടർമാരുടെ വിവരങ്ങൾ സംബന്ധിച്ച് എന്ത് നടപടികളാണ് സ്വീകരിച്ചത്? 2023 രജിസ്റ്റർ ചെയ്ത FIRൻ്റെ നിലവിലെ അവസ്ഥ അതെന്താണ്? അന്വേഷണത്തിൻ്റെ ഫലം എന്താണ്? കാരണം കോടതികളെക്കാളും സൈന്യത്തെക്കാളും ഒക്കെ ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഇത്തരം സംഭവങ്ങൾ ജനാധിപത്യ രാജ്യത്തിൽ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായി സുതാര്യത പാലിക്കാനായിട്ട് തയ്യാറാവണം. ഈ വിഷയങ്ങൾ പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ചർച്ചാ വിഷയമാകേണ്ടത് തീർച്ചയായിട്ടും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്.